മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി ഷെക്കീന ചാനൽ നടത്തുന്ന മിസ്പ കൺവെൻഷൻ അതിൻ്റെ 4ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് ആത്മീയമായി ഒരുങ്ങാനും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ നോമ്പ് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കാനുമെല്ലാം ഈ മിസ്പ കൺവെൻഷൻ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരംഭത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു ധ്യാന പ്രസംഗമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മിസ്പ കൺവെൻഷനോടനുബന്ധമായി നടത്തപ്പെടുന്ന എല്ലാ പ്രഭാഷണങ്ങളും ഒരു ധ്യാന പ്രസംഗം എന്നതിനേക്കാൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ശ്രമമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇതൊരു ബോധവൽക്കരണമാണ് ക്രൈസ്തവ സമുദായത്തിൽ, പൊതുസമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായ ഈ 8 നോമ്പിൻ്റെ ആചരണം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഈ 8 നോമ്പിൻ്റെ ആചരണത്തോടനുബന്ധമായി ഭീകരാക്രമണങ്ങളെക്കുറിച്ച്, മതമർദ്ദനങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച് ഒക്കെ ഉള്ള ചിന്തകൾ നമ്മൾ നൽകുന്നത്? ഒരുപക്ഷെ ഈ മിസ്പ കൺവെൻഷൻ ഉടനീളം കൈകാര്യം ചെയ്യുന്ന, 8 ദിവസങ്ങളും കൈകാര്യം ചെയ്യുന്ന പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ നമ്മിൽ ഉളവാക്കിയേക്കാം. ഇതിനൊരു ഉത്തരം എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ 8 നോമ്പിൻ്റെ തന്നെ ഉത്ഭവ കാരണങ്ങളിലാണ്. എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായി 8 നോമ്പ് രൂപം കൊണ്ടത്? ഇതിൻ്റെ ഒരു പശ്ചാത്തലം 8 നോമ്പ് തിരുനാൾ ആയി, 8 നോമ്പ് ഒരു തിരുനാൾ പോലെ ആഘോഷിക്കുന്ന മണർകാട് പള്ളിയുടെയും അതിൻ്റെ പാരമ്പര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ നമുക്ക് നൽകുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. 8 നോമ്പ് ടിപ്പു സുൽത്താൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ അത് കേരളത്തിൽ എത്തുന്നതിനും മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് കിഴക്കൻ സഭകളിൽ, ഈസ്റ്റേൺ സഭകളിൽ ആ പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് 7ാം നൂറ്റാണ്ട് മുതൽ ഈ നോമ്പിൻ്റെ ചൈതന്യം നമുക്ക് കിഴക്കൻ സഭകളിൽ കാണാനായിട്ട് സാധിക്കും. മണർകാട് പള്ളിയുടെ 8 നോമ്പ് ആചരണവുമായി എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്ര രേഖകളിൽ, ലേഖനങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. 7ാം നൂറ്റാണ്ടിൽ ബസ്രയ്ക്ക് സമീപമുള്ള ഹീറ എന്ന് പറയുന്ന ഒരു പട്ടണം, ക്രൈസ്തവ പട്ടണം, ബാഗ്ദാദിലെ ഖലീഫ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ ബാഗ്ദാദിലെ ഖലീഫ ആക്രമിച്ച് കീഴടക്കുന്ന ഹീറ എന്ന് പറയുന്ന പട്ടണത്തിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ് അധിവസിച്ചിരുന്നത്. അങ്ങനെ ആക്രമിച്ച് കീഴടക്കിയ ഈ പട്ടണത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം ഗവർണറെ നിയോഗിക്കുകയാണ് ഈ പട്ടണം ഭരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഹീറ പട്ടണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഈ ഗവർണർ, ഈ മുസ്ലിം ഗവർണർ, ഹീറായിലെ സ്ത്രീകളെ ആക്രമിക്കാൻ ആരംഭിച്ചു. അവരെ തട്ടിക്കൊണ്ടുപോകാനും ശാരീരികമായി ദുരുപയോഗം ചെയ്യാനും ഈ ഗവർണറും ഗവർണറോട് കൂടെയുള്ള പട്ടാളവുമൊക്കെ മുതിർന്നു. ഇതൊരു ശല്യമായി, ഭീഷണിയായി മാറിയപ്പോൾ ഹീറ നഗരത്തിലെ സ്ത്രീകൾ ഹീറ പട്ടണത്തിലെ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു. അവിടെ അവർ ആ പുരോഹിതനോടൊപ്പം പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തികളിലും സമയം ചെലവഴിച്ചു. ഏതാണ്ട് 3ാമത്തെ ദിവസം ഇവർ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഈ പുരോഹിതന് ഒരു ദർശനമുണ്ടായി എന്നാണ് പാരമ്പര്യം പറയുന്നത്. അവരുടെ ഭീഷണികൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രാണഭയമില്ലാതെ, അവരുടെ ശുദ്ധത നഷ്ടപ്പെടുമെന്ന പേടിയില്ലാതെ ഹീറ നഗരത്തിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ പുരോഹിതനൊരു ദർശനം ലഭിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ സ്ത്രീജനങ്ങൾ കേൾക്കുന്ന വാർത്ത, ബാഗ്ദാദിലെ ഖലീഫ മരണമടഞ്ഞു എന്ന വാർത്തയാണ്. ബാഗ്ദാദിലെ ഖലീഫയുടെ മരണത്തോടെ ഖലീഫ ഹീറായിൽ നിയമിച്ച ഗവർണറുടെ അവകാശാധികാരങ്ങൾ ഇല്ലാതാവുകയും അങ്ങനെ ഹീറ നഗരത്തിലെ സ്ത്രീജനങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്.
അതിൻ്റെ അനുസ്മരണം എന്നോണം ഇങ്ങനെ ഹീറ നഗരത്തിലെ ഈ മുസ്ലിം അധിനിവേശത്തിൻ്റെ ഇരകളായ സ്ത്രീകൾ മുസ്ലിം അധിനിവേശത്തിൽ നിന്ന്, ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നന്ദി എന്നോണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായി ആരംഭിച്ചതാണ് 8 നോമ്പിൻ്റെ ചൈതന്യം. 8 ദിവസങ്ങൾ നോമ്പെടുത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവത്തെ ധ്യാനിച്ച് ശുദ്ധത എന്ന് പറയുന്ന പുണ്യത്തോട് 100% കൂറുപുലർത്തി ജീവിക്കാൻ, യഥാർത്ഥ ക്രിസ്തീയ ചൈതന്യത്തിൽ ഒരു സ്ത്രീക്ക് അനുഗുണമായ രീതിയിൽ, ക്രൈസ്തവ സ്ത്രീക്ക് അനുഗുണമായ രീതിയിൽ ജീവിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ത്രീജനങ്ങളുടെ ഒരു പാരമ്പര്യം അങ്ങനെ കിഴക്കൻ സഭകളിൽ ഈ ഹീറ സംഭവത്തോടൊപ്പം രൂപപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഈ കിഴക്കൻ സഭകൾക്ക് കേരളവുമായി, ഭാരതവുമായി ബന്ധമുണ്ട്. ക്നായിത്തൊമ്മനൊക്കെ കേരളത്തിലേക്ക് 4-ാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിഴക്കൻ മധ്യപൂർവ ക്രൈസ്തവ രാജ്യങ്ങളുമായി ഒരു ബന്ധം കേരളത്തിന് ആരംഭം മുതലേ ഉണ്ടായിരുന്നു. ഏതാണ്ട് 9-10 നൂറ്റാണ്ടുകളിൽ ഈ 8 നോമ്പിൻ്റെ ചൈതന്യം കേരളത്തിലേക്ക്, ഭാരതത്തിലേക്ക് കടന്നു വന്നു എന്ന് മണർകാട് പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ 8 നോമ്പിൻ്റെ ഒരു ചൈതന്യം കേരളത്തിലേക്ക്, ഭാരതത്തിലേക്ക് കടന്നു വന്നു എങ്കിലും ഇവിടെയുള്ള മനുഷ്യർ, ഇവിടെയുള്ള വിശ്വാസികൾ അതത്ര കാര്യമായി എടുത്തില്ല എന്നതാണ് സത്യം. പക്ഷെ പിന്നീട് ടിപ്പു സുൽത്താൻ്റെ വളരെ ക്രൂരമായ അധിനിവേശ സമയത്ത് ഈ സ്ത്രീകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹം മധ്യപൂർവ്വ രാജ്യങ്ങളിൽ 8 നോമ്പിലൂടെ, 8 ദിവസത്തെ നോമ്പിലൂടെ, മാതൃഭക്തിയിലൂടെ ഈ ഇസ്ലാമിക അതിക്രമങ്ങളെ അതിജീവിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുകയും ടിപ്പു സുൽത്താന്റെ അതിക്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തോട് ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ 8 നോമ്പിന് ഇങ്ങനെ ഈ ഇസ്ലാമിക അധിനിവേശങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ രൂപപ്പെടുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 8 നോമ്പിന് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അത് ഇസ്ലാമിക ക്രൂരതകൾക്കെതിരായി സ്ത്രീജനങ്ങൾ കിഴക്കൻ സഭകളിൽ ആരംഭിച്ച ഒരു ആത്മീയ ജീവിത ശൈലിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായി 8 ദിവസങ്ങൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ചെലവഴിക്കുന്ന സമയം. ഇസ്ലാമിക അധിനിവേശങ്ങൾ മധ്യപൂർവ ദേശത്തെ ക്രൈസ്തവ സാമ്രാജ്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇവിടെയെല്ലാം, ഈ നാടുകളിലെല്ലാം ക്രൈസ്തവ വിശ്വാസികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം എല്ലാ കാലങ്ങളിലും യാചിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് 8 നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ 8 നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഇപ്രകാരം ലോകമെമ്പാടും ഇസ്ലാമിക അധിനിവേശത്തിലൂടെ ഇല്ലാതായിപ്പോയ ക്രൈസ്തവ ജനതയെ അനുസ്മരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് നമ്മളുടെ പ്രത്യേകമായ ഒരു അവകാശമാണ്. ഏതാണ്ട് 10-14 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭിമുഖീകരിച്ച കിരാതമായ അതിക്രമങ്ങളുടെ ചരിത്രത്തെ അനുസ്മരിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്തിനാണ് ഈ അനുസ്മരണങ്ങളെല്ലാം? എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്? പ്രിയമുള്ളവരെ, ചരിത്രത്തെ അനുസ്മരിക്കുന്നത് വർത്തമാനകാല ജീവിതത്തെ ബോധ്യത്തോടുകൂടെ അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് പിന്നാമ്പുറത്ത് രക്തം ചിന്തിയ, രക്തസാക്ഷിത്വം വരിച്ച, ജീവിതം വിലയായി കൊടുത്ത, വിശ്വാസത്തിന് വേണ്ടി ജീവിതം വിലയായി കൊടുത്ത നിരവധി മനുഷ്യരുണ്ട്, മനുഷ്യവംശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ മിസ്പ കൺവെൻഷന്റെ 4-ാം ദിവസം നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് അർമേനിയൻ വംശഹത്യയാണ്. അർമേനിയൻ വംശഹത്യ 20-ാം നൂറ്റാണ്ടിൽ, ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന ഈ കഴിഞ്ഞ തൊട്ടടുത്ത നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ ക്രൈസ്തവ വംശഹത്യയാണ്, ക്രൈസ്തവ നരഹത്യയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അർമേനിയൻ വംശഹത്യ 1915 ഏപ്രിൽ 24-ന് ഏതാനും അർമേനിയൻ നേതാക്കളെ കൊലപ്പെടുത്തിക്കൊണ്ട് തുർക്കി തുടങ്ങിവെച്ച ഒരു വംശഹത്യയാണ്. 1915 ഏപ്രിൽ 24-ന്
ഏതാനും അർമേനിയൻ ക്രൈസ്തവ നേതാക്കളെ കൊലപ്പെടുത്തിക്കൊണ്ട് തുർക്കി തുടങ്ങി വെച്ചതാണ് അർമേനിയൻ വംശഹത്യ എന്ന് പറയുന്നത്. അർമേനിയൻ വംശഹത്യയുടെ ആരംഭ ദിനമായി അതുകൊണ്ട് തന്നെ ഏപ്രിൽ 24 കണക്കാക്കപ്പെടുന്നുണ്ട്. 1915 മുതൽ 1923 വരെയാണ് പൈശാചികമായ ഈ വംശഹത്യ അരങ്ങേറിയത്. ഏതാണ്ട് 8 വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു വംശഹത്യ. ഈ 8 വർഷങ്ങളിലൂടെയായി അർമേനിയയിൽ കൊല ചെയ്യപ്പെട്ട അർമേനിയൻ വംശജരായ ക്രൈസ്തവരുടെ എണ്ണം 1ഉം 2ഉമല്ല, 1 ലക്ഷമോ 2 ലക്ഷമോ അല്ല, 15 ലക്ഷത്തിനടുത്താണ്. ഏതാണ്ട് 15 ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവരെ കൊലപ്പെടുത്തിയ ഈ വംശഹത്യയെ പക്ഷേ വംശഹത്യയായി ഒരിക്കൽ പോലും തുർക്കി ഭരണകൂടം ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ വംശഹത്യയെ അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങളെ വംശഹത്യയായി, ജനോസൈഡായി വിലയിരുത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ജോ ബൈഡന്റെ അമേരിക്കൻ ഭരണകൂടം പോലും അതിനെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് സമ്മതിക്കാൻ തുർക്കി ഇന്നേ വരെ മനസ്സ് കാണിച്ചിട്ടില്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അർമേനിയൻ ക്രൈസ്തവരുടെ മേൽ തുർക്കി നടത്തിയ നരനായാട്ടായിരുന്നു ഈ വംശഹത്യ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പലരും ഈ വംശഹത്യയെക്കുറിച്ച് അജ്ഞരാണ്, അല്ലെങ്കിൽ അറിയുന്നവർ അജ്ഞത നടിക്കുകയാണ് എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കുമ്പോൾ ഒട്ടോമൻ തുർക്കികൾ എന്ന പ്രത്യേക ഭരണകൂടത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1299 അനത്തോളിയായിലുള്ള ഒരു തുർക്കി ഗോത്ര നേതാവായിരുന്ന ഉസ്മാൻ ഒന്നാമനാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഒട്ടോമൻ തുർക്കികൾ ഒരു ഔപചാരിക സർക്കാരായിരുന്നില്ല, ഒരു സർക്കാർ സംവിധാനമായിരുന്നില്ല. ഒട്ടോമൻ തുർക്കികൾ ഒരു ഗോത്രവർഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്ന ബൈസന്റൈൻ എംപയറിനെ, ബൈസന്റൈൻ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ടാണ് ഒട്ടോമൻ എംപയർ രൂപീകരിക്കപ്പെടുന്നത്, ഒട്ടോമൻ സാമ്രാജ്യം രൂപീകരിക്കപ്പെടുന്നത്. ഒട്ടോമൻ തുർക്കികൾ എന്നവർ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഈ ഉസ്മാന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുകയും പിന്നീട് ഒർഹാൻ, മുറാദ് ഒന്നാമൻ, ബയേസിദ് ഒന്നാമൻ എന്നിങ്ങനെ നിരവധി തുർക്കി നേതാക്കന്മാരുടെ, ഇസ്ലാമിക നേതാക്കന്മാരുടെ കീഴിൽ സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും വളരുകയും ചെയ്ത ഒന്നാണ് ഒട്ടോമൻ സാമ്രാജ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒട്ടോമൻ സാമ്രാജ്യം കീഴടക്കിയ ബൈസന്റൈൻ എംപയർ എന്ന് പറയുന്നത് ഏതാണ്ട് 1000 വർഷത്തോളം ആ സാമ്രാജ്യങ്ങളെ ഭരിച്ച, ആ നാടുകളെ ഭരിച്ച ഒരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അർമേനിയൻ ക്രൈസ്തവർ വളരെ സമാധാനത്തോടുകൂടി അധിവസിച്ചിരുന്ന ഒരു നാടായിരുന്നു ബൈസന്റൈൻ. ബൈസന്റൈൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ തുർക്കി ഭരണകൂടം ബൈസന്റൈൻ എംപയറിനെ കീഴടക്കുകയും അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് തുർക്കി മുഴുവനും, കോൺസ്റ്റാന്റിനോപ്പിൾ അടക്കം അത് പിടിച്ചെടുത്തു. 1453 മുഹമ്മദ് രണ്ടാമൻ എന്ന് പറയുന്ന തുർക്കി ഭരണാധികാരി ഒട്ടോമൻ തുർക്കികളെ മുഴുവൻ നയിച്ചുകൊണ്ട് ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ഉടനീളം പടയോട്ടങ്ങൾ നടത്തി. അങ്ങനെ ബൈസന്റൈൻ സാമ്രാജ്യം അധികാരം വ്യാപിപ്പിച്ചിരുന്ന മുഴുവൻ സ്ഥലങ്ങളും വലിയ അതിക്രമങ്ങളിലൂടെ, യുദ്ധത്തിലൂടെ ഈ മുഹമ്മദ് പിടിച്ചെടുത്തു. ഒട്ടോമൻ സാമ്രാജ്യം അങ്ങനെ മധ്യ ഏഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും വടക്കൻ ആഫ്രിക്കയിലെയും ഒരു നിർണായക ശക്തിയായി ഏതാണ്ട് 2 നൂറ്റാണ്ടുകളോടെ, 2-3 നൂറ്റാണ്ടുകൾ കൊണ്ട് വലിയ ശക്തിയായി മാറുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെ കീഴടക്കാനോ അവരെ സമീപിക്കാനോ ഒരു ഭരണാധികാരികൾക്കും കഴിയാത്തത്ര രീതിയിൽ അവർ ശക്തരായി തീർന്നു. 1520-നും 1560-നും ഇടയിലുള്ള വർഷങ്ങളിലാണ് ഒട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏതാണ്ട് വലിയ പരമോന്നതമായ ഒരു വളർച്ചയിലേക്ക് എത്തുന്നത്. 16-ാം നൂറ്റാണ്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒട്ടോമൻ ഭരണാധികാരികൾ അവരുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് കടുത്ത വിവേചനമാണ് കാട്ടിയിരുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആരായിരുന്നു
അവരുടെ രാജ്യത്തെ ഈ മതന്യൂനപക്ഷങ്ങൾ. ഒട്ടോമൻ ഭരണകർത്താക്കൾ അവരുടെ ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക ജീവിത ശൈലികളുമെല്ലാം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അല്ലെങ്കിൽ ബൈസന്റൈൻ രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഈ ബൈസന്റൈൻ രാജ്യത്ത് അധിവസിച്ചിരുന്നവർ മുഴുവനും തന്നെ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. പരിശുദ്ധ സഭയുടെ, കത്തോലിക്ക തിരുസഭയുടെ ആരംഭ നാളുകളിൽ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ലോകമെമ്പാടും പോയി സഭയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്, സുവിശേഷം പ്രസംഗിക്കുകയാണ്. അങ്ങനെ തങ്ങൾ സ്ഥാപിച്ച സഭകൾക്ക് ശ്ലീഹന്മാർ കത്തുകൾ എഴുതുന്നത് നമ്മൾ വായിക്കുന്നു. അവരുടെ ലേഖനങ്ങളായി നമ്മളത് സുവിശേഷങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ ശ്ലീഹന്മാർ കത്തുകൾ എഴുതിയ ഗലാത്യയിലെ സഭ, കൊളോസോസിലെ സഭ, എഫേസോസിലെ സഭ, ഏഷ്യ മൈനറിലെ സഭകൾ, ഇതെല്ലാം തന്നെ ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന സഭകളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഈ സഭകളൊന്നും തന്നെ ഇന്ന് നിലവിലില്ല എന്ന സത്യവും നമ്മൾ തിരിച്ചറിയണം. ഒട്ടോമൻ തുർക്കികൾ അധികാരം പിടിച്ചെടുത്തതോടെ അർമേനിയൻ ക്രൈസ്തവരുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഏഷ്യ മൈനറിലെ സഭകളിലെ ചെറിയ ചെറിയ ക്രൈസ്തവ സഭകളുടെ ഒക്കെ അന്ത്യം കുറിക്കപ്പെട്ടു. എഫേസോസിലെ സഭ ഇല്ലാതെയായി, കൊളോസോസിലെ സഭ ഇല്ലാതെയായി, ഗലാത്യയിലെ സഭ ഇല്ലാതെയായി. അങ്ങനെ നിരവധി ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭൂരിപക്ഷവും സിംഹഭാഗവും ക്രൈസ്തവരായിരുന്നു ആ നാടുകളിൽ ഉണ്ടായിരുന്നത്. ഇവരെയെല്ലാം അവിശ്വാസികളായി ഈ ഒട്ടോമൻ ഭരണകൂടം മുദ്രകുത്തി. ഇവരെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കാണാൻ ആരംഭിച്ചു. നോക്കുക, ഇത് 16-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ആരംഭിക്കുന്ന കടുത്ത വിവേചനത്തിന്റെ ചരിത്രമാണ്. അതൊരു പക്ഷേ അർമേനിയയിൽ മാത്രമാണ് എന്ന് അർമേനിയൻ ക്രൈസ്തവർ മാത്രം അഭിമുഖീകരിച്ചതാണ് എന്ന് നമ്മൾ കരുതരുത്. ഈ വിവേചനത്തിന്റെ ചരിത്രം അധികാരം പിടിച്ചെടുത്ത എല്ലാ നാടുകളിലും ഇസ്ലാമിക തീവ്രവാദികൾ പ്രദർശിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് ക്രൈസ്തവ സാമ്രാജ്യങ്ങളായിരുന്ന മധ്യപൂർവ്വ നാടുകൾ മുഴുവനും ഇന്ന് ക്രൈസ്തവ വിശ്വാസം പാടെ ഇല്ലാതായി ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറിയത്. അങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഈ ക്രൈസ്തവരോട് വലിയ അനീതി പുലർത്തി, വിവേചനം കാട്ടി ഈ ഒട്ടോമൻ ഭരണകർത്താക്കൾ അവരുടെ ഭരണം അവർക്കുമേൽ, ഈ മതന്യൂനപക്ഷങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ ഇവരുടെ ഈ അധികാരം നിലനിർത്താൻ വേണ്ടി ഇവര് ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും അതേസമയം ക്രൈസ്തവരെ ഇവരുടെ താഴ്ന്ന തരം ജോലികൾ ചെയ്യിക്കാനും അടിമവേല ചെയ്യിപ്പിക്കുവാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാനായി ക്രൈസ്തവരായി തന്നെ നിലനിർത്താനും അവരതിൻ്റെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതും നമ്മൾ കാണുകയാണ്. അല്പം ആളുകൾ ക്രൈസ്തവ വിശ്വാസികളായി നിലനിൽക്കുന്നത് തങ്ങൾക്ക് അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിക്കാൻ ഉപയുക്തമാകും എന്ന രീതിയിലുള്ള എഴുത്തുകൾ നമ്മൾ ഈ ഒട്ടോമൻ ഭരണകർത്താക്കളുടെ രാജശാസനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അവിടെ നിലനിന്നിരുന്ന ഈ ക്രൈസ്തവർ രണ്ടാം തരം പൗരന്മാരെ പോലെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവർ രണ്ടാം തരം പൗരന്മാരായിരുന്നു. അവർ ഈ ഭരണാധികാരികൾക്ക്, ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ നികുതി നൽകേണ്ടിയിരുന്നു. വലിയ അസമത്വവും വിവേചനവും അവർ അനുഭവിച്ചിരുന്നു. ഈ ഒരു ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി വലിയ അസമത്വപരമായ നിയമങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അന്യായമായ പെരുമാറ്റങ്ങൾ തെരുവുകളിലും സർക്കാർ ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളിലും അവർക്ക് നേരിടേണ്ടി വന്നു. ഒട്ടോമൻ സാമ്രാജ്യം ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ 16-ാം നൂറ്റാണ്ടിൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തുർക്കിയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ആർക്കും തന്നെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെ സംജാതമായി. ചെറിയ അധികാരങ്ങൾ മാത്രമുള്ള, പുറത്തിറങ്ങി നടക്കാൻ അനുവാദമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത, സ്വന്തം കുടുംബത്തിൽ പോലും സമാധാനത്തോടെ ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു ദുർബല വിഭാഗമായി അർമേനിയയിലെ ക്രൈസ്തവ സമൂഹം മാറ്റപ്പെട്ടു. അവരൊരു പ്രത്യേക സമുദായമായിട്ട് മാത്രമാണ്, മാറ്റി നിർത്തപ്പെട്ട, അധികാരങ്ങളില്ലാത്ത, വളരെ നിയന്ത്രണങ്ങളിൽ കഴിയുന്ന ഒരു സമുദായമായി മാത്രമാണ് അർമേനിയൻ ഭരണകൂടം അവരെ കണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വലിയ നികുതികൾ ഇവർ അവിടെ ജീവിക്കാൻ വേണ്ടി അടയ്ക്കേണ്ടി വന്നു. അവർക്ക് രാഷ്ട്രീയപരമോ നിയമപരമോ ആയ യാതൊരു അവകാശങ്ങളുമില്ലായി. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ക്രൂരമായ സമ്പ്രദായം അവിടെ നിലനിന്നത് ദേവ് ഷിർമേ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ഈ ദേവ് ഷിർമേ ഇതൊരു നിയമമാണ്.
ദേവ്ഷിർമ എന്ന് പറയുന്ന ഈ നിയമപ്രകാരം ക്രിസ്ത്യാനികൾക്ക് മക്കളുണ്ടാകുമ്പോൾ 5 മക്കൾ ജനിച്ചാൽ അതിൽ ഒരാൺകുട്ടിയെ ക്രൈസ്തവർ ഇസ്ലാമിക ഭരണകർത്താക്കൾക്ക് നൽകണമായിരുന്നു, അവർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. ഈ കുട്ടികളെ ഇസ്ലാമിക മതം സ്വീകരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിലെ അടിമകളാക്കി തന്നെ നിലനിർത്തുകയും ചെയ്തിരുന്നു. അവരെ അവിടെ അടിമകളാകാൻ നിർബന്ധിക്കുക മാത്രമല്ല, അടിമകളായി തുടരുന്നവരെ നിർബന്ധിത പട്ടാള സേവനത്തിനായിട്ട് ഈ ഒട്ടോമൻ തുർക്കികൾ ഉപയോഗിക്കും. അങ്ങനെ ക്രൈസ്തവരിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തട്ടിയെടുക്കുന്ന, പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ആൺകുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു സൈന്യം, അവരെ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വിധേയമാക്കി മതശാസനങ്ങൾ അവരെ പഠിപ്പിച്ച് ക്രൂരമനസ്കരാക്കി മാറ്റുന്ന ഒരു ശൈലി. എന്നിട്ട് ഈ ഒട്ടോമൻ ഭരണകൂടം കാണിച്ച അതിക്രൂരമായ മറ്റൊരു കാര്യം, ഈ ആൺകുട്ടികൾ അംഗങ്ങളായ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ഇവർ ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കാനും ആരംഭിച്ചു. തങ്ങളുടെ മാതാപിതാക്കന്മാരെയാണ്, ബന്ധുമിത്രാദികളെയാണ് തങ്ങൾ ആക്രമിക്കുന്നത്, അവരെയാണ് തങ്ങൾ പീഡിപ്പിക്കുന്നത്, അവരെയാണ് തങ്ങൾ വധിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ പട്ടാളക്കാർ അതിക്രൂരമായി അർമേനിയൻ ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഈ ഒരു സമ്പ്രദായം, ദേവ്ഷിർമെ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വലിയ വിവേചനങ്ങൾക്കിടയിലും വലിയ പ്രതിസന്ധികൾക്കിടയിലും വലിയ പീഡനങ്ങൾക്കിടയിലും സ്വന്തം കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്ത് പിന്നീട് അവരിൽ നിന്ന് തന്നെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പരിതസ്ഥിതിയിലും ഒട്ടോമൻ ക്രൈസ്തവർ ഒരിക്കൽ പോലും അവരുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അവർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പീഡനങ്ങൾക്കിടയിലും തുർക്കിയിൽ അതിജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സഭ ശക്തമായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വലിയ വിവേചനങ്ങൾ നേരിട്ടപ്പോഴും അർമേനിയൻ ക്രൈസ്തവ സമൂഹം വിശ്വാസത്തിൽ വളർന്നിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തി അവരിൽ രൂഢമൂലമായിരുന്നു. സമീപകാലത്ത് ഹഗിയ സോഫിയ ദേവാലയം തുർക്കി ഭരണകൂടം ഏറ്റെടുത്തത് വീണ്ടും മോസ്കാക്കി മാറ്റിയ സന്ദർഭത്തിൽ, ഒരു മ്യൂസിയമായി അത് തുടർന്നു വന്നത്, അത് മോസ്കാക്കി മാറ്റിയ സന്ദർഭത്തിൽ അതിൻ്റെ ചിത്രങ്ങൾ വീണ്ടും പുറം ലോകത്തേക്ക് വന്നപ്പോൾ ഛായാചിത്രങ്ങളായി, ഐക്കണുകളായി പരിശുദ്ധ ദൈവമാതാവിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ദൈവമാതാവിനോടുള്ള ഭക്തി അർമേനിയൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പീഡനാനുഭവങ്ങളിൽ വലിയ പ്രചോദനമായിരുന്നു. അമ്മ എങ്ങനെയാണ് തൻ്റെ പീഡനങ്ങളെ അതിജീവിച്ചത് എന്നത് അവർക്ക് വലിയ പ്രചോദനമായിരുന്നു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൽ ബലപ്പെട്ട് വളർന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ ഈ പീഡനങ്ങൾക്കിടയിലും നമ്മൾ അർമേനിയയിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്തിൻ്റെ കീഴിൽ കണ്ടെത്തുന്നുണ്ട്. നൂറ്റാണ്ടുകളോളം ആ സഭ ഇവരിൽ നിന്നുള്ള പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിച്ച് അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 4 നൂറ്റാണ്ടുകളോളം വലിയ വിവേചനങ്ങളിൽ പിടിച്ചു നിന്ന അർമേനിയൻ സഭ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടക്കൊലയായിരുന്നു ഹമീദിയൻ കൂട്ടക്കൊല എന്ന് പറയുന്നത്. സ്വന്തം നാട്ടിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ, പുരാതന ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ അടിമകളെപ്പോലെ കഴിയേണ്ടി വന്ന അർമേനിയൻ ക്രൈസ്തവർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അവരിൽ ആത്മാഭിമാനവും ഒരുതരം ദേശീയ ബോധവും ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ടായി. ലോകം മുഴുവനും അങ്ങനെയുള്ള ചിന്തകൾ വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായി. അർമേനിയൻ ക്രൈസ്തവരും തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. തങ്ങൾ ഈ നാട്ടിൽ അടിമകളെപ്പോലെ ജീവിക്കേണ്ടവരല്ല എന്നവർ തിരിച്ചറിഞ്ഞു. ഇത് തങ്ങളുടെ സ്വന്തം നാടാണ് എന്നും തങ്ങളുടെ അധികാരികൾ അധിനിവേശ ശക്തികളാണ് എന്നും അവർ മനസ്സിലാക്കി. പക്ഷേ അത് ഒരുപാട് താമസിച്ചു പോയിരുന്നു എന്നതാണ്. അങ്ങനെ ദേശീയ ബോധം ഉടലെടുത്തു വന്ന ഈ അർമേനിയൻ ക്രൈസ്തവരെ കുറിച്ച് ഇസ്ലാമിക ഭരണകൂടം വളരെ പെട്ടെന്ന് ബോധവാന്മാരായി. അവരുടെ ദേശീയ ബോധം ഇല്ലാതാക്കാനും കൂട്ടായ്മ ബോധത്തെ നശിപ്പിക്കാനും വേണ്ടി അങ്ങനെ ഒട്ടോമൻ ഭരണകൂടം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പല ഗൂഢപദ്ധതികളും തയ്യാറാക്കി. അതിനാദ്യമായി അവർ ചെയ്തത് അർമേനിയക്കാരുടെ മേൽ അർമേനിയൻ ക്രൈസ്തവർ അടക്കേണ്ടിയിരുന്ന നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പ്രത്യേക നികുതികൾ
1890-കൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നതിനോടനുബന്ധമായി അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അർമേനിയക്കാരുടെ മേൽ അവർക്ക് പ്രത്യേക നികുതികൾ ഏർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം. പക്ഷെ അത് അങ്ങനെ ആ നികുതികൾ അർമേനിയൻ ക്രൈസ്തവർക്ക് മേൽ ഒട്ടോമൻ ഭരണകൂടം അടിച്ചേൽപ്പിച്ചപ്പോൾ അത് അടയ്ക്കാൻ സാംബൂൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അർമേനിയൻ ക്രൈസ്തവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇനിയും ഈ നികുതി ഭാരം ചുമക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് താരതമ്യേന ദരിദ്രരായിരുന്ന ഈ സാംബൂൺ പ്രദേശത്തെ ക്രൈസ്തവർ ഒരുമിച്ച് തീരുമാനിച്ചു. അവർ അർമേനിയൻ ഭരണകൂടത്തോട് തങ്ങളുടെ നിഷേധം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ വളരെ ശക്തമായ രീതിയിൽ ഒട്ടോമൻ ഭരണകൂടം തുർക്കികളും തുർക്കി മുസ്ലിങ്ങളും കുർദുകളും ചേർന്ന്, മറ്റൊരു ഗോത്രവർഗമായ കുർദുകളും ചേർന്ന് ഈ സാംബൂൺ പ്രവിശ്യയുടെ മേൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടാണ് പ്രതികാരം ചെയ്തത്. സാംബൂൺ പ്രവിശ്യയിലെ എല്ലാ ക്രൈസ്തവ ഗ്രാമങ്ങളും അവർ ഒന്നു ചേർന്ന് ആക്രമിച്ചു. ഈ ക്രൈസ്തവ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ഭവനങ്ങൾ അവർ തീവെച്ച് നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരെ അവർ ഉന്മൂലനം ചെയ്തു. അവരുടെ കഴുത്തറുത്തും കെട്ടിത്തൂക്കിയും അവരെ കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ 1894-നും 1896-നും ഇടയ്ക്ക് നടത്തിയ വിവിധങ്ങളായി സാംബൂൺ പ്രവിശ്യയിലും സമീപ ഗ്രാമങ്ങളിലുമായി നടത്തിയ വിവിധങ്ങളായ കൂട്ടക്കൊലകളെയാണ് ഹമീദിയൻ കൂട്ടക്കൊല എന്ന് വിളിക്കുന്നത്. ഇത് അർമേനിയൻ വംശഹത്യയ്ക്ക് പ്രാരംഭമെന്നോണം നടപ്പാക്കപ്പെട്ട ഒരു കൂട്ടക്കൊലയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ഇതിന് ഹമീദിയൻ കൂട്ടക്കൊല എന്ന പേര് വരുന്നത്? അന്നത്തെ ഒട്ടോമൻ സുൽത്താന്റെ പേര് അബ്ദുൾ ഹമീദ് രണ്ടാമൻ എന്നായിരുന്നു. ഈ അബ്ദുൾ ഹമീദ് രണ്ടാമന്റെ ഉത്തരവിൻ പ്രകാരമാണ് ഈ സാംബൂൺ പ്രദേശത്തെ അർമേനിയൻ ക്രൈസ്തവരെ മുഴുവൻ തുർക്കികളും കുർദുകളും ചേർന്ന് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് അത് ഹമീദിയൻ കൂട്ടക്കൊല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1895 സെപ്റ്റംബറിൽ ഇസ്താംബൂളിൽ നടന്ന ഒരു വലിയ പ്രതിഷേധ പ്രകടനം കൂടി ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തെ തുടർന്നും നിരവധി കൂട്ടക്കൊലകൾ അവിടെ അരങ്ങേറി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1895-96 കാലഘട്ടം ആ വർഷങ്ങളിൽ ഈ കൂട്ടക്കൊലകൾ സാംബൂണിൽ നടന്ന, സാംബൂൺ പ്രവിശ്യയിലെ ഗ്രാമങ്ങളിൽ നടന്ന ഹമീദിയൻ കൂട്ടക്കൊലകളോട് ചേർന്ന് അത് വ്യാപകമായി വീണ്ടും അരങ്ങേറുകയാണ്. നമ്മൾ 1915 മുതൽ 23 വരെ നടന്ന അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിനാമുഖമായി ഇങ്ങനെ നിരവധി കൂട്ടക്കൊലകൾ ഈ തുർക്കി എന്ന് പറയുന്ന, ഇന്ന് തുർക്കി എന്ന് വിളിക്കപ്പെടുന്ന ഈ സാമ്രാജ്യത്തിൽ അരങ്ങേറിയിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ഉർഫ എന്ന് പറയുന്ന ഒരു നഗരമുണ്ടായിരുന്നു. ഈ ഉർഫ എന്ന് പറയുന്ന നഗരം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു നഗരമാണ്. ഉർഫ നഗരം എദേസ എന്നാണ് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. എദേസായുമായി ഇന്ന് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ഈ എദേസ എന്നറിയപ്പെട്ടിരുന്ന ഉർഫ നഗരത്തിൽ ഒരു കത്തീഡ്രൽ ഉണ്ടായിരുന്നു. 1895 കലാപ സമയത്ത് തുർക്കികളും കുർദുകളും ചേർന്ന് ഇസ്താംബൂളിലെ പ്രതിഷേധ പ്രകടനത്തിന് എത്തിയവരും അല്ലാത്തവരുമായ ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന സമയത്ത് ക്രൈസ്തവർ ഉർഫ നഗരത്തിലെ കത്തീഡ്രലിൽ അഭയം തേടി. ഏതാണ്ട് 3000-ഓളം അർമേനിയൻ ക്രൈസ്തവരാണ് ആ ദേവാലയത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഭവനങ്ങളിലുമൊക്കെയായി അഭയം തേടിയെത്തിയത്. പക്ഷേ അർമേനിയൻ ക്രൈസ്തവർ അഭയം തേടിയെത്തിയ ഇവരെ മുഴുവനും മുസ്ലിം ഭരണകൂടം ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിലും ഭവനങ്ങൾക്കുള്ളിലുമൊക്കെയായി തീ കൊളുത്തി കൊല്ലുകയാണ് ചെയ്തത്, ചുട്ടരിക്കുകയാണ്. ഏതാണ്ട് 3000-ഓളം പേർ ആ ക്രൂരമായ കൊലപാതക പരമ്പരയിൽ ജീവൻ വെടിഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ സുപ്രധാന നഗരങ്ങളിലൊന്നായ എദേസ, ഈ എദേസയിൽ ഇപ്രകാരം തുർക്കികളുടെ ക്രൂരമായ പട്ടാള ഭരണത്തെ, അതിക്രമങ്ങളെ ഭയന്ന് ഉർഫ നഗരത്തിലെ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ ഒരുമിച്ച് കൂടിയ ക്രൈസ്തവർ ഇല്ലാതാക്കപ്പെടുന്ന ആ കത്തീഡ്രൽ ഇന്ന് മുസ്ലിങ്ങളുടെ ഹാരാൻ യൂണിവേഴ്സിറ്റിയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഏതാണ്ട് 300-ഓളം പള്ളികളും ആശ്രമങ്ങളും ഉണ്ടായിരുന്ന പഴയ എദേസ, പിന്നീട് ഉർഫ എന്നറിയപ്പെട്ട ആ ഗ്രാമം ഇന്ന് ഒരൊറ്റ പള്ളികൾ പോലും ഇല്ലാത്ത ഒരു ഇസ്ലാമിക പട്ടണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടുത്തെ എല്ലാ പള്ളികളും ഇന്ന് മോസ്കുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആശ്രമങ്ങളൊക്കെ തന്നെയും നശിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു വലിയ
വംശഹത്യയിലേക്കുള്ള ഒരു ഇടനാഴിയായി ഈ ഹമീദിയൻ കൂട്ടക്കൊലയും ഇസ്താംബൂളിലെ പ്രതിഷേധ പ്രകടനത്തോട് ചേർന്നുണ്ടായ മറ്റ് കൊലപാതകങ്ങളുമെല്ലാം മാറിത്തീരുന്നത് നമ്മൾ കാണുകയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ തുർക്കിയിൽ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ജർമ്മൻകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നസ് ലെപ്സിയൂസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡയറികളിൽ അന്ന് നടന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൃക്സാക്ഷി വിവരണമാണ്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന കണക്കുകൾ, ദിനം പ്രതി എന്നോണം എഴുതി വച്ചിരിക്കുന്ന കണക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 88,243 അർമേനിയൻ ക്രൈസ്തവരാണ് ആ കലാപങ്ങളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ ആയിട്ട് കൊല്ലപ്പെടുന്നത്. ഏതാണ്ട് 5,46,000 ക്രൈസ്തവർക്കാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടത്. അവരുടെ ഭവനങ്ങളെല്ലാം തീയിട്ടില്ലാതെയാക്കി. 2,500 അർമേനിയൻ ഗ്രാമങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. 2,500 അർമേനിയൻ ഗ്രാമങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ പല നാളുകളിലായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെല്ലാം എഴുതി കൂട്ടുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ അകത്ത് ഈ 2,500 ഗ്രാമങ്ങൾ കത്തിച്ച് ചാമ്പലാക്കപ്പെടുമ്പോഴും ഇവയിൽ 456 ഗ്രാമങ്ങളിലെ ക്രൈസ്തവരെ മുഴുവനും അവിടെ നിന്ന് ബലമായി ഒഴിപ്പിക്കുക മാത്രമല്ല, അവരെ മുഴുവൻ ബലാത്കാരമായി ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ചെയ്തു എന്നും ഈ ജർമ്മൻ പാസ്റ്റർ രേഖപ്പെടുത്തുന്നുണ്ട്. 650 ക്രിസ്ത്യൻ പള്ളികളും സമാനമായ രീതിയിൽ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുർക്കിയിൽ കത്തിച്ച് ഇല്ലാതാക്കിയിരുന്നു എന്ന് ഇദ്ദേഹം എഴുതുന്നുണ്ട്. 328 പള്ളികൾ ആ കാലഘട്ടത്തിൽ തന്നെ മോസ്കുകളാക്കി മാറ്റി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും അർമേനിയൻ വംശഹത്യയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിനാമുഖമെന്നോണം നമുക്ക് കണക്കാക്കാവുന്ന മറ്റൊന്നാണ് അദാന കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു സംഭവം. ചരിത്രത്തിൽ ഏറ്റവും നിഷ്ഠൂരമായ ക്രൈസ്തവ വംശഹത്യകളിൽ ഒന്നായിട്ട് ഈ അദാന കൂട്ടക്കൊലയെ കണക്കാക്കാറുണ്ട്. 1909 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ 1909 ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിലെ അദാന എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ അർമേനിയൻ ക്രൈസ്തവർക്ക് നേരെ അരങ്ങേറിയ കൂട്ടക്കൊലകളുടെ ഒരു നിരയെയാണ് അദാന കൂട്ടക്കൊല എന്ന് വിളിക്കുന്നത്. അദാന എന്ന പേരിൽ അറിയപ്പെടുന്ന അദാന സംസ്ഥാനത്ത് നടന്ന ഒരു കൂട്ടക്കൊല 1909 ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നടന്ന ഒരു പട്ടാള അട്ടിമറിയുണ്ട്. അതിനെ നമ്മൾ വീണ്ടും കാണും. ഈ പട്ടാള അട്ടിമറിയെ തുടർന്ന് തുർക്കിയിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായി, വലിയ അരാജകത്വം ഉണ്ടായി. അപ്പോൾ ഈ അരാജകത്വം മുതലെടുത്തുകൊണ്ട് അദാന എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ അദാന നഗരമുണ്ട്, അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിലെ ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്. അദാന നഗരം ഭരിച്ചിരുന്ന മുസ്ലിം ഭരണകൂടവും അദാനയിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളും ചേർന്ന് അർമേനിയൻ ക്രൈസ്തവരെ, അദാന നഗരത്തിലെയും സമീപ ഗ്രാമങ്ങളിലെയും ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. യാതൊരു പ്രകോപനവും അവർക്കില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 25,000 അർമേനിയൻ ക്രൈസ്തവർ ആ നഗരത്തിന്റെ ചുറ്റുവട്ടങ്ങളിലായി ജീവിക്കുമ്പോഴും ഇവരാരും ഒരിക്കൽ പോലും ഈ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ സംഘടിച്ചിരുന്നവരോ ആയുധമെടുത്ത് പോരാടാൻ ഇറങ്ങിത്തിരിച്ചവരോ ഒന്നും ആയിരുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ അദാന നഗരത്തിന് ചുറ്റുമുള്ള ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെയായി കൊല്ലപ്പെട്ട 25,000 പേരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. 1,500 അസീറിയൻ ക്രൈസ്തവരും ഈ അർമേനിയൻ ക്രൈസ്തവരോടൊപ്പം 25,000 അർമേനിയൻ ക്രൈസ്തവരോടൊപ്പം 1,500 അസീറിയൻ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു എന്ന് പറയും. 1909 ഈ യങ് ടർക്സ് എന്ന് വിളിക്കുന്ന യുവ തുർക്കികൾ പട്ടാള അട്ടിമറിയിലൂടെ ഒരു ഭരണം തുർക്കിയിൽ പിടിച്ചെടുക്കുന്നത്. തുർക്കിയിൽ അതുവരെ രാജഭരണമാണ്, തുർക്കി സുൽത്താനാണ് ഭരിച്ചിരുന്നത്. സുൽത്താനെ അട്ടിമറിച്ച് ഭരണം 1909 യങ് ടർക്സ് യുവ തുർക്കികൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ അവരൊരു പുതിയ ഭരണ വ്യവസ്ഥ ഈ തുർക്കിയിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവർ പിടിച്ചെടുക്കുന്ന ഈ അധികാരം പിടിച്ചെടുക്കുമ്പോൾ അന്ന് അർമേനിയയിലെ ക്രൈസ്തവരൊക്കെ വിചാരിച്ചിരുന്നത് ഈ യങ് ടർക്സ് അധികാരം പിടിച്ചെടുത്താൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് അവർ ഈ യങ് ടർക്സിനെ കണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു? യങ് ടർക്സ് യുവ തുർക്കികൾ അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അദാന നഗരത്തിലെ മുസ്ലിമുകൾ അദാന നഗരം മുസ്ലിമുകളിൽ നിന്ന് ക്രൈസ്തവർ പിടിച്ചെടുക്കുമെന്ന
ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. അത് യുവ തുർക്കികളുടെ ഭരണകൂടത്തിൻ്റെ ചെവിയിലേക്ക് എത്തുകയും അങ്ങനെ അദാന നഗരത്തിലെ കലാപം, വ്യാജമായി ഇവർ പ്രചരിപ്പിച്ച ഈ കലാപം അടിച്ചമർത്താൻ എന്ന പേരിൽ ക്രൈസ്തവരെ ആക്രമിക്കാൻ അദാന നഗരത്തിലെ പട്ടാളക്കാർക്കും ഭരണകൂടത്തിനും ഈ യങ് ടർക്സ് അധികാരം നൽകുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് അദാന നഗരത്തിൽ ഈ അർമേനിയൻ വംശഹത്യയിലേക്ക് എത്തുന്നതിന് മുൻപ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് ഏപ്രിൽ 14, 1909 ഏപ്രിൽ 14 ആകുമ്പോഴേക്കും നഗരത്തിലുള്ള അർമേനിയൻ തെരുവുകൾ ഒക്കെ തന്നെയും മുസ്ലിം തുർക്കികളാൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ട് ശൂന്യമാക്കപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ കാണുക. അക്രമം പൊട്ടിപ്പുറപ്പെടുന്ന ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ മാത്രം ഏതാണ്ട് 2000-ഓളം അർമേനിയൻ ക്രൈസ്തവര് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതാണ്ട് 4437-ഓളം അർമേനിയൻ ക്രൈസ്തവ ഭവനങ്ങൾ ഈ അദാന കൂട്ടക്കൊലയോടനുബന്ധമായി ചുട്ടരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അന്നത്തെ മൊത്തം അദാന പട്ടണത്തിന്റെ പകുതിയോളം അന്ന് കത്തി അമർന്നു എന്നാണ് ചരിത്രകാരന്മാർ എഴുതുക. ഏപ്രിൽ 18, 14 ശേഷം ഏപ്രിൽ 18 വീണ്ടും മുസ്ലിം തുർക്കികൾ വ്യാപകമായ അക്രമം അദാന നഗരത്തിലും സമീപ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും അഴിച്ചുവിട്ടു. ഏതാണ്ട് 1000-ഓളം പേർ ആ ഏപ്രിൽ 18-ാം തീയതി മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുക. താർസൂസ്, അലക്സാന്ദ്രേട്ട എന്നിങ്ങനെയൊക്കെയുള്ള നഗരങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ലഭ്യമല്ല എന്നാണ് എഴുതിയിരിക്കുക. ദിവസേന ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അലക്സാന്ദ്രേട്ട പട്ടണത്തിലുള്ള അമേരിക്കൻ എംബസി കെട്ടിടത്തിലേക്ക് സുരക്ഷ തേടി എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ അഫ്ഗാനിൽ കാണുന്ന അഫ്ഗാൻ ജനനിവാസികൾ ജീവൻ തേടി പലായനം ചെയ്യുന്നത് പോലെ അന്ന് അർമേനിയൻ ക്രൈസ്തവർ അമേരിക്കൻ എംബസിയിലേക്ക് തുർക്കിയിൽ രക്ഷപ്പെട്ടോടിയെത്തിയിരുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ അർമേനിയൻ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിക്കാത്ത ഒരു സ്ഥിതി വന്നു. അങ്ങനെ അർമേനിയയിലെ അല്ലെങ്കിൽ തുർക്കിയിലെ ഈ അർമേനിയൻ ക്രൈസ്തവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ അന്താരാഷ്ട്ര സമൂഹം അവരുടെ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചില ചിന്തകളും ചർച്ചകളും രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ തുർക്കിയിൽ നടക്കുന്ന ക്രൈസ്തവ മതപീഡനങ്ങൾ പുറം ലോകം അറിയാതിരിക്കണം എന്നവർ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും അമേരിക്കയും ബ്രിട്ടനും അവരുടെ കപ്പലുകൾ തുർക്കിയുടെ തുറമുഖ നഗരങ്ങളിലേക്ക് അയച്ച് അവിടെ വിവിധ തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രൈസ്തവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു വന്നിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തുർക്കി ഭരണകൂടത്തിന്റെ എല്ലാ പീഡനങ്ങളിലും കൊലപാതകങ്ങളിലും കലാപങ്ങളിലും വ്യാജമായി സൃഷ്ടിച്ചിരുന്ന കലാപങ്ങളിലുമൊക്കെ കൃഷിഭൂമികൾ നഷ്ടപ്പെടുകയും ജോലികൾ നഷ്ടപ്പെടുകയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ധാരാളം അർമേനിയൻ ക്രൈസ്തവർ പലയിടങ്ങളിലും ഒളിച്ചു താമസിക്കുകയാണ്. വലിയ ദാരിദ്ര്യമാണ് അവർ അനുഭവിച്ചിരുന്നത്. അങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി കിടന്ന് മരണത്തോട് മല്ലിട്ടിരുന്ന ഈ ക്രൈസ്തവ സമൂഹത്തെ ഈ അമേരിക്കൻ പടക്കപ്പലുകളും ബ്രിട്ടീഷ് പടക്കപ്പലുകളും ഭക്ഷണം കൊടുത്തും ബ്രെഡ് കൊടുത്തു പോലും സഹായിച്ചു എന്നത് ഈ സമീപ കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ചരിത്ര സത്യങ്ങളാണ്. അങ്ങനെ പട്ടിണിക്കിട്ട് ഇസ്ലാമിക തുർക്കി ഭീകരർ കൊല ചെയ്തിരുന്ന ക്രൈസ്തവരെ രക്ഷിക്കാൻ ഈ അമേരിക്കൻ ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾ മുമ്പോട്ട് വരികയാണ് ഉണ്ടായത്. മാറാഷിലും ഹദിൻലും എന്നിങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന നിരവധി പട്ടണങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെയും ഈ അദാന കൂട്ടക്കൊലയോടനുബന്ധമായ അക്രമ സംഭവങ്ങൾ, അക്രമ പരമ്പരകൾ അരങ്ങേറിയിരുന്നു. അമേരിക്കൻ മിഷണറി ആയിരുന്ന റോസ് ലാംബർട്ട് എന്ന് പറയുന്ന വ്യക്തി തുർക്കിയിൽ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിലും നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നതനുസരിച്ച് ഈ തുർക്കി ഇസ്ലാമിക ഭീകരരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്ന മിഷണറി കെട്ടിടത്തിൽ അഭയം തേടി എത്തിയവരെ അവർക്ക് കാലുകുത്താൻ പോലും ഇടമില്ലാത്തവണ്ണം ആളുകൾ അവിടെ ഒളിച്ച് താമസിച്ചിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. HMS ഡയാന എന്ന ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ അലക്സാന്ദ്രേട്ട പട്ടണത്തിൽ കുടുങ്ങിയ അർമേനിയൻ ക്രൈസ്തവരെ രക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ആ സന്ദർഭത്തിൽ പോലും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന ക്രൈസ്തവർക്കിടയിൽ കയറിക്കൂടി അവരെ വധിക്കാനുള്ള ശ്രമങ്ങളും ഈ തുർക്കി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങൾ വന്നപ്പോൾ
അർമേനിയയിലെ ക്രൈസ്തവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഗൗരവതരമായ രീതിയിൽ നടത്തേണ്ടതുണ്ട് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ മനസ്സിലായി. ഏപ്രിൽ 22, 1909 ഏപ്രിൽ 22 ഹാദ്ജിൻ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ മറ്റൊരു അമേരിക്കൻ മിഷണറി താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് ആ നഗരത്തിലുണ്ടായിരുന്ന അർമേനിയൻ വീടുകൾ തുടർച്ചയായി മുസ്ലിം യുവാക്കൾ തീയിട്ട് നശിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ്. കിരിഖാൻ എന്ന് പറയുന്ന ഒരു അർമേനിയൻ നഗരമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ക്രൈസ്തവരും കൊല്ലപ്പെട്ടു എന്ന് ഈ മിഷണറി രേഖപ്പെടുത്തുന്നുണ്ട്. അർമേനിയൻ ഗ്രാമമായ ഡോട്ടിയോൾ എന്ന് പറയുന്ന നഗരം, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ അന്തേവാസികളോടും കൂടി ചുട്ടരിക്കപ്പെട്ടു എന്ന് ഇദ്ദേഹം എഴുതുന്നുണ്ട്. അദാന കൂട്ടക്കൊലയും അതിക്രൂരമായ ഈ അർമേനിയൻ വംശഹത്യയുടെ തന്നെ ഭാഗമാണ് എന്ന് നമ്മൾ അങ്ങനെ തിരിച്ചറിയുകയാണ്. 1908 തുർക്കിയിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യങ് ടർക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു കൂട്ടം ഭരണപരിഷ്കർത്താക്കൾ അധികാരം പിടിച്ചെടുത്തു. അവര് സുൽത്താൻ അബ്ദുൽ ഹമീദിനെയാണ് അട്ടിമറിച്ച് ഭരണത്തിലെത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ പേരുകൾ തലാത്ത് പാഷ, എൻവർ പാഷ, ജമാൽ പാഷ എന്നിങ്ങനെയാണ്. ഇവര് 3 പേരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 50 പേരുടെ ഒരു സഖ്യമാണ് അധികാരം പിടിച്ചെടുത്തത്. ഇവരുടെ പേര്, ഈ 50 പേരുടെ ഈ സഖ്യത്തെ CUP, കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു ഗ്രൂപ്പാണ് യുവതുർക്കികളുടെ നേതൃത്വത്തിൽ ഭരണം തുർക്കിയിൽ നിയന്ത്രിച്ചിരുന്നത്. ആരംഭത്തിൽ ഈ പുതിയ ഭരണ സംവിധാനം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ ക്രൈസ്തവർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും ഈ തുർക്കി ഭരണകൂടത്തിന് ഈ ക്രൈസ്തവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദേശീയവാദത്തിൽ ആരംഭിച്ച് വർഗീയവാദത്തിൽ എത്തിച്ചേർന്ന യുവതുർക്കികൾ തുർക്കി സാമ്രാജ്യത്തെ മുഴുവൻ, ഒട്ടോമൻ എംപയറിനെ മുഴുവൻ തുർക്കിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് ക്രൈസ്തവരും പൊതുസമൂഹവും മനസ്സിലാക്കി. ഇസ്ലാം മതം പിന്തുടരുന്ന തുർക്കികളല്ലാത്തവരെല്ലാവരും, പ്രത്യേകിച്ച് ക്രൈസ്തവ തുർക്കികൾ, ഭരണകൂടത്തിന്റെ ശത്രുക്കളാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു ഈ യങ് ടർക്സിനും അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു 3 പ്രധാന സംഭവങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഈ 3 സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ 1915 മുതൽ 23 വരെ നടന്നു എന്ന് പറയുന്ന അർമേനിയൻ വംശഹത്യയുടെ പ്രധാന കാരണങ്ങളായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഈ പ്രധാനപ്പെട്ട 8 വർഷം നീണ്ടുനിന്ന വംശഹത്യയുടെ ആമുഖമായിട്ടെന്നവണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ മുൻ സംഭവങ്ങൾ, മുന്നൊരുക്കങ്ങൾ എന്നിവയാണ് മറ്റ് ഹമീദിയൻ കൂട്ടക്കൊലയും മറ്റ് കൂട്ടക്കൊലകളുമെല്ലാം നമ്മൾ സൂചിപ്പിച്ചത്. അങ്ങനെ അർമേനിയൻ വംശഹത്യയിലേക്ക് നയിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം 1912-13 കാലഘട്ടത്തിൽ നടന്ന ബാൾക്കൺ യുദ്ധത്തിൽ തുർക്കി നേരിട്ട പരാജയവും അതിനെ തുടർന്ന് തുർക്കിക്ക് ധാരാളം പ്രദേശങ്ങൾ നഷ്ടപ്പെട്ട സംഭവവുമാണ്. തുർക്കിക്ക് മധ്യ ഏഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലുമെല്ലാം ഭരണപരമായ സ്വാധീനമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചു വരുന്നത്. ബാൾക്കൺ യുദ്ധത്തിൽ ഗ്രീക്കിനോട് ഏറ്റുമുട്ടി തുർക്കി വളരെ ദയനീയമായി പരാജയപ്പെടുകയും തുർക്കിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന യൂറോപ്പിലെ ഒരുപാട് പ്രദേശങ്ങളും ബാൾക്കൺ പ്രദേശത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അതെല്ലാം യൂറോപ്പ്, ഗ്രീക്ക് ഒക്കെ തിരിച്ചു പിടിച്ചു. ഗ്രീസായിരുന്നു ബാൾക്കൺ യുദ്ധത്തിൽ തുർക്കിയുടെ ഏറ്റവും വലിയ കരുത്തനായ ഒരു ശത്രുവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ അനത്തോളിയൻ പ്രദേശങ്ങളിൽ, തുർക്കിക്ക് അന്നും സ്വാധീനമുണ്ടായിരുന്ന അനത്തോളിയൻ പ്രദേശങ്ങളിൽ ധാരാളം ഗ്രീക്ക് ക്രൈസ്തവരുണ്ട്. ആ ഗ്രീക്ക് ക്രൈസ്തവര് ഗ്രീക്ക് സൈന്യത്തെ സഹായിക്കുമോ എന്ന ഭയം ഈ തുർക്കികളിൽ ഉണ്ടായി. അത് മാത്രവുമല്ല, റഷ്യയുമായി അന്ന് റഷ്യൻ ഓർത്തഡോക്സ് സഭ വളരെ ശക്തമാണ്. റഷ്യയുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള അർമേനിയയുടെ അല്ലെങ്കിൽ ഒട്ടോമൻ എംപയറിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങൾ, അർമേനിയക്കാർ, അവർ റഷ്യൻ ഓർത്തഡോക്സുകാരുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ തിരിയുമോ എന്ന ഭയവും ഈ തുർക്കി ഭരണകൂടത്തിന് ഉണ്ടായി. ഇതൊക്കെ തടയാൻ വേണ്ടി ആദ്യപടി എന്ന വണ്ണമാണ് തുർക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന
1.5 ലക്ഷത്തോളം ഗ്രീക്ക് ക്രൈസ്തവരെ 1900 മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ തുർക്കി വളരെ ബലം പ്രയോഗിച്ച് തന്നെ നാട് കടത്തിയത്. അങ്ങനെ ആ നാട് കടത്തൽ ഒരു ദീർഘനാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായി പരിണമിച്ചു. അർമേനിയൻ വംശഹത്യയ്ക്ക് മുൻപുള്ള ഗ്രീക്ക് ക്രൈസ്തവരുടെ ഈ നാട് കടത്തലിനെ വംശഹത്യയ്ക്ക് മുമ്പുള്ള ഒരു ട്രയൽ റൺ എന്നാണ് ടർക്കിഷ് ചരിത്രകാരനായ ടാനർ അക്കാം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അർമേനിയൻ വംശഹത്യയിലേക്ക് നയിച്ച പ്രധാന സംഭവം അതാണ് ഈ ബാൾക്കൺ യുദ്ധത്തിൽ ബാൾക്കൺ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നത്. അർമേനിയൻ വംശഹത്യയിലേക്ക് നയിച്ച മറ്റ് 2 കാരണങ്ങൾ 1913 ജനുവരി 23 യുവതുർക്കികൾ നടത്തിയ പട്ടാള അട്ടിമറിയും 1-ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭവുമായിരുന്നു. അർമേനിയക്കാർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു എന്ന് യുവതുർക്കികൾ പറഞ്ഞു വരുത്തി. അത് അർമേനിയൻ ക്രൈസ്തവരോടുള്ള വലിയ വിദ്വേഷത്തിലാണ് ചെന്നെത്തിയത്. ബാൾക്കൺ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം 1-ാം ലോകമഹായുദ്ധത്തിൽ തിരിച്ചു പിടിക്കാമെന്നാണ് തുർക്കികൾ ചിന്തിച്ചത്. യുദ്ധത്തിന്റെ മറവിൽ ലോകരാജ്യങ്ങൾ യുദ്ധത്തിന്റെ തിരക്കിലായിരിക്കുമ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ അങ്ങോട്ടേക്ക് തിരിയും, ഈ 1-ാം ലോകമഹായുദ്ധത്തിലേക്ക് തിരിയും. അപ്പോൾ ആ തക്കം നോക്കി രാജ്യത്തിനുള്ളിലെ ക്രൈസ്തവരെ ഇല്ലാതാക്കാമെന്നാണ് അവർ പദ്ധതിയിട്ടത്. നോക്കൂ, എത്ര കൗശലപൂർവമായിട്ടാണ് ഒരു സാമ്രാജ്യം ക്രൈസ്തവ വംശഹത്യയിലേക്കുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കി വന്നത് എന്ന് ഈ തുർക്കിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 20-ാം നൂറ്റാണ്ടിലെ തുർക്കിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഏതാണ്ട് 1-ാം ലോകമഹായുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് കാലത്താണ് തുർക്കിയുടെ പല ഭാഗത്തും 100 കണക്കിനുള്ള ജയിലുകളിൽ നിന്ന് 1000 മുസ്ലിം കുറ്റവാളികളെ ഈ യുവ തുർക്കികൾ മോചിപ്പിച്ചത്. അവരെന്തിനാണ് ഈ കുറ്റവാളികളെ മോചിപ്പിച്ചത്? 100 കണക്കിന് ജയിലുകളിൽ നിന്ന് 1000 കുറ്റവാളികളായ മുസ്ലിമുകളെ മോചിപ്പിച്ചതിന് ശേഷം യുവതുർക്കികൾ ചെയ്തത് അവരെയെല്ലാം രഹസ്യമായി ഒരുമിച്ച് ചേർത്ത് ഒരു സൈനിക വിഭാഗത്തിന് രൂപം കൊടുക്കുക എന്നതാണ്. അത് രഹസ്യമായി നടന്ന ഒരു പ്രക്രിയ. അത് തുർക്കി ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടുകൂടി നടന്ന ഒന്നാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഈ കുറ്റവാളികളെ കൊണ്ട് ഇവർ രൂപപ്പെടുത്തിയ സൈന്യത്തിന്റെ പേര് തെസ്കിലാത്ത് ഈ മഹ്സൂസ എന്നാണ്. സ്പെഷ്യൽ ഓർഗനൈസേഷൻ എന്നാണ് ഈ സൈന്യ വിഭാഗം, ഒരു അർദ്ധ സൈനിക വിഭാഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇവർ അറിയപ്പെട്ടിരുന്നത്. 1913 നവംബർ 17 എൻവർ പാഷയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ സേനയ്ക്ക് രൂപം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുറ്റവാളികളെ കൂടാതെ നിരവധി തദ്ദേശീയരായ കുർദിഷ്, സിർക്കാസിയൻ ഗോത്രവർഗക്കാരെയും അവർ ആ സേനയിൽ അംഗങ്ങളായി ചേർന്നിരുന്നു. അതേസമയം ഈ സേനയുടെ കേന്ദ്രഭാഗം അഥവാ കോർ അവരുണ്ടാക്കിയിരുന്നത് ഏതാണ്ട് 30,000-ഓളം വരുന്ന ഇസ്ലാമിസ്റ്റ് തുർക്കികളെ ഉപയോഗിച്ചാണ്. ഈ ഇസ്ലാമിസ്റ്റുകളുടെ പ്രത്യേകത അവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ് എന്നതായിരുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരുമെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അതേസമയം ഈ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ കോർ ടീം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരുമാണ് എങ്കിൽ അതിൻ്റെ സിംഹഭാഗവും അതിനെ പൊതിഞ്ഞിരുന്ന ആ സൈന്യത്തിൻ്റെ സിംഹഭാഗവും പ്രാകൃതരായ ഗോത്രവർഗക്കാരും ക്രൂരരായ കുറ്റവാളികളുമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ഈ പട്ടാള ഗ്രൂപ്പിന്റെ പ്രധാന ചുമതല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കലാപവും കൂട്ടക്കൊലകളും നടത്തുക എന്നതാണ്. തുർക്കിഷ് സൈന്യം നേരിട്ട് നടത്തുന്ന കൂട്ടക്കൊലകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് മറ്റൊരു ദൗത്യമായിരുന്നു. യുവതുർക്കി ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുൻപിൽ രക്ഷിക്കുക എന്നതും ഇവരുടെ ഒരു ദൗത്യമായിരുന്നു. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തുർക്കി സേന റഷ്യൻ, പേർഷ്യൻ രാജ്യങ്ങളിൽ കടന്നാക്രമണം നടത്തിയ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ക്രിമിനൽ അർദ്ധസൈനിക വിഭാഗം അർമേനിയൻ ക്രൈസ്തവരെ മാത്രമല്ല അസീറിയൻ, ഗ്രീക്ക്, സിറിയൻ, ഓർത്തഡോക്സ് ക്രൈസ്തവരെയും രൂക്ഷമായി കൂട്ടക്കൊല ചെയ്തിരുന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അർമേനിയൻ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സ്പെഷ്യൽ ഓർഗനൈസേഷൻ സൈന്യത്തെ അയക്കാൻ 1914 നവംബർ മാസം മുതൽ തുർക്കിയിലെ അർമേനിയൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ യുവതുർക്കി കേന്ദ്ര ഗവൺമെന്റിനോട് ടെലഗ്രാം വഴി തുടർച്ചയായി അഭ്യർത്ഥിച്ചതിന്റെ തെളിവുകൾ ഇന്നും നമുക്ക് ലഭ്യമാണ്.
ഗവർണർമാരുടെ തുടർച്ചയായ സമ്മർദ്ദം മൂലം 1915 തുർക്കി കേന്ദ്ര ഭരണകൂടം പരസ്യമായി തന്നെ കൂട്ടക്കൊല നടത്താൻ അവർക്ക് മൗനസമ്മതം നൽകി. അതിനു മുന്നോടിയായി അർമേനിയൻ വംശജരായ സിവിൽ ഉദ്യോഗസ്ഥരെ മുഴുവനും ഏതാണ്ട് 1914 അവസാന മാസങ്ങൾ തുടങ്ങി 1915 ആദ്യ മാസങ്ങൾക്കുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 1915 ഫെബ്രുവരി 25 ഒട്ടോമൻ സേനയിലുള്ള എല്ലാ അമുസ്ലിം ഭടന്മാരെയും ഓഫീസർമാരെയും പിരിച്ചുവിടാനും അവരെ എല്ലാവരെയും നിരായുധരാക്കി കൂലിവേലയ്ക്ക് വേണ്ടി ലേബർ ബറ്റാലിയനുകളിൽ അയക്കാനും അൻവർ പാഷ ഉത്തരവിട്ടു. ഈ ലേബർ ബറ്റാലിയനുകളിൽ അയക്കപ്പെട്ട അർമേനിയൻ പുരുഷന്മാർ ദിനംപ്രതി ഇവരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന സ്പെഷ്യൽ ഓർഗനൈസേഷൻ അർദ്ധസൈനിക വിഭാഗക്കാരുടെ ക്രൂരമായ പീഡനം മൂലം കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ഹിൽമർ കൈസേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 25,000-നും 50,000-നും ഇടയിൽ ആളുകൾ എപ്പോഴും ഈ ബറ്റാലിയനുകളിൽ റോഡ് പണിക്കും റെയിൽവേ നിർമ്മാണ തൊഴിലുകൾക്കുമൊക്കെയായി എത്തുമായിരുന്നു. ഏതാനും ചുരുക്കം ചില വിദഗ്ധ കരകൗശല തൊഴിലാളികൾ ഒഴികെ ഈ ബറ്റാലിയനുകളിൽ എടുക്കപ്പെട്ട എല്ലാ പുരുഷന്മാരും 1916 അവസാന ഭാഗമാകുമ്പോഴേക്കും കൊല്ലപ്പെടുന്നതായി നമ്മൾ കാണും. 1915 മെയ് 4 ഒരു ജർമ്മൻ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തലാത്ത് പാഷ പറയുന്നത് ഇങ്ങനെയാണ്: അർമേനിയൻ ക്രൈസ്തവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾ അവരെ നാടുകടത്തും. കാരണം ഇന്ന് പാവമായിരിക്കുന്നവൻ നാളെ ഞങ്ങൾക്കെതിരെ തിരിയില്ല എന്നതിന് എന്താണ് ഉറപ്പുള്ളത്? മെയ് 23 അർമേനിയൻ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ അർമേനിയൻ ക്രൈസ്തവരുടെ ആ കൂട്ടായ്മ മുഴുവൻ, തുർക്കി രാജ്യത്തെ മുഴുവൻ അർമേനിയൻ ക്രൈസ്തവരെയും അവരെ മുഴുവൻ സിറിയൻ മരുഭൂമിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നാട് കടത്താൻ തലാത്ത് പാഷ ഉത്തരവിടുകയാണ്. എന്നാൽ സഖ്യകക്ഷികൾ അലൈഡ് പവേഴ്സ് ഒട്ടോമൻ യുവതുർക്കികളുടെ യുദ്ധകാല കുറ്റകൃത്യങ്ങളെ അപലപിച്ചുകൊണ്ട് 1914 മെയ് 24 ഒരു പ്രസ്താവന ഇറക്കി. അത് തുർക്കിയെ വല്ലാതെ ഭയപ്പെടുത്തി. അതോടുകൂടി ഇവരെ ഈ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവിനെ സംബന്ധിച്ച് തുർക്കി ഭരണകൂടത്തിന് ചില ആശങ്കകളുണ്ടായി. തുർക്കികൾ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ് എന്നുള്ള വാർത്തകൾ, അതുകൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും അവർ സ്വീകരിച്ചു. മെയ് 29 യുവതുർക്കി ഭരണകൂടം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അവർക്ക് തോന്നുന്ന ആരെയും നാട് കടത്താൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു ടെമ്പററി ലോ ഓഫ് ഡിപ്പോർട്ടേഷൻ, അങ്ങനെ ഒരു നിയമം പാസാക്കി. രാജ്യത്തിനകത്തുള്ള അർമേനിയൻ ക്രൈസ്തവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റിയ ശേഷം കൊല്ലാനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളവരെ ഉടനടി കൂട്ടക്കൊല ചെയ്യാനുമായിരുന്നു തുടർന്ന് അർമേനിയൻ ഭരണകൂടം, ഈ തുർക്കി ഭരണകൂടം സൈന്യത്തിന് നൽകിയ നിർദ്ദേശം. ഒട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന്റെ ഏതൊരു കോണിലും അർമേനിയൻ ക്രൈസ്തവ ജനസംഖ്യ കേവലം 5% മാത്രമായിരിക്കണമെന്ന ഒരു രഹസ്യ തീരുമാനം ഇവരെടുത്തിരുന്നു. അത് അതാത് പ്രദേശങ്ങളിലെ ഗവൺമെന്റുകൾക്ക് അവർ കൈമാറുകയും ചെയ്തിരുന്നു. അത് ആ കാലഘട്ടത്തിലെ ഒട്ടോമൻ സർക്കാർ രേഖകൾ നമുക്കിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. നടപ്പാക്കാൻ കൂട്ടക്കൊലകളല്ലാതെ എങ്ങനെയാണ് ഈ 5% താഴെ ക്രൈസ്തവ ജനസംഖ്യ കൊണ്ടുവരിക? അത് നടപ്പാക്കാൻ കൂട്ടക്കൊലകളല്ലാതെ യാതൊരു മാർഗവും അതാത് പ്രദേശങ്ങളിലെ മുസ്ലിം ഭരണകൂടത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ 1915 അവസാനമായപ്പോഴേക്കും മൊത്തം അർമേനിയൻ ക്രൈസ്തവരെയും കിഴക്കൻ ഏഷ്യ മൈനറിൽ നിന്നും യുവതുർക്കികൾ നാടുകടത്തി. 1915 ഓഗസ്റ്റ് മാസത്തിൽ ഈ നാടുകടത്തൽ പരിപാടികൾ തുർക്കി ഭരണകൂടം പടിഞ്ഞാറൻ ഏഷ്യ മൈനറിലേക്കും തുർക്കിയുടെ യൂറോപ്യൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. മിക്കവാറും എല്ലാവരെയും തന്നെ ട്രെയിനുകളിൽ കുത്തി നിറച്ചാണ് നാടുകടത്തിയത് ഈ യൂറോപ്യൻ നാടുകളിലെല്ലാം. മിനിസ്ട്രി ഓഫ് ദി ഇന്റീരിയർ ആണ് മിനിസ്ട്രി ഓഫ് വാറിന് പകരം സിവിലിയൻ ഓഫീസർമാരെ ഉപയോഗിച്ച് ഈ വംശഹത്യകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത്. ഇതിൽ സഹായിക്കാൻ വന്നവരിൽ പലരും കൗക്കാക്കസ് മേഖലകളിൽ നിന്നുള്ള ചെച്ചൻ, സിർക്കാസിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗോത്രവർഗക്കാരും കുർദുകളുമായിരുന്നു. സിറിയൻ, ഇറാഖ്, പലസ്തീൻ പ്രവിശ്യകളിൽ അറബികളും ഇതിന് ഇപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിപ്പോർട്ടേഷന് തുർക്കി ഭരണകൂടത്തെ കയ്യയച്ച് സഹായിക്കുകയുണ്ടായി. ഇവരിൽ പലരും ഇത് ചെയ്തത് ഈ അർമേനിയൻ ക്രൈസ്തവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചുകൊണ്ടു പോകുവാനുമാണ്. ഡച്ച് ചരിത്രകാരനായ ഉഗുർ ഉമിത് ഉങ്ങോർ ഇവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ബാൾക്കൺ പ്രദേശത്ത്
ചെറിയ രീതിയിൽ കൊള്ളയും കൊലപാതകവും കാലങ്ങളായി നടത്തി പരിചയിച്ച നിരവധി മുസ്ലിങ്ങൾ അർമേനിയൻ ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തി. അവരുടെ ചെയ്തികൾ അതിക്രൂരവും മൃഗീയവുമായിരുന്നു. നിരനിരയായി സിറിയൻ മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന ക്രൈസ്തവരുടെ സംഘങ്ങളെ അനത്തോളിയൻ പീഠഭൂമിയിൽ വെച്ച് സായുധരായ കുർദുകളും ചെച്ചൻ സിർക്കാസിയൻ ഗോത്രവർഗക്കാരും സിറിയയിൽ വെച്ച് ഇസ്ലാമിക അറബ് ഗോത്രങ്ങളും ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. പുരുഷന്മാരെ തലയ്ക്ക് പിന്നിൽ വെടിവെച്ചും വാളുകൊണ്ട് വെട്ടിയും കുതിരയ്ക്ക് പിന്നിൽ കെട്ടിവലിച്ചും കൊലപ്പെടുത്തി. അതിനുശേഷം സ്ത്രീകളെയും ലിംഗഭേദമന്യേ കുട്ടികളെയും കൂട്ടബലാത്സംഗങ്ങൾക്കിരയാക്കി. പല ചെറിയ പെൺകുട്ടികളും തുടർച്ചയായ ബലാത്സംഗങ്ങൾ കാരണം മണിക്കൂറുകൾക്കുള്ളിൽ രക്തം വാർന്ന് മരിക്കുന്ന സാഹചര്യമുണ്ടായി. കയ്യിൽ കിട്ടിയ കാർഷിക പണിയായുധങ്ങളുമായി ബലാത്സംഗത്തെ ചെറുത്തുനിന്ന ധീരരായ അർമേനിയൻ അമ്മമാരുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ കുട്ടികളെ ജീവനോടെ തീയിലെറിഞ്ഞു കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്ന 3 കുർദുകളെ കൊന്ന ഒരു അർമേനിയൻ യുവതിയുടെ മകനെ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് അതിലെറിഞ്ഞു കൊല്ലുകയും അതിനുശേഷം ആ യുവതിയെയും തിളച്ച വെള്ളത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർമേനിയൻ പുരുഷന്മാരെ കൊന്നൊടുക്കിയ ശേഷം അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും യുവതുർക്കി സൈന്യവും സ്പെഷ്യൽ ഓർഗനൈസേഷൻ പടകളും മുസ്ലിം ഗോത്രവർഗക്കാരും കൂടി അർമേനിയൻ മലനിരകളിലൂടെ ബലമായി ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മാർച്ച് ചെയ്യിപ്പിച്ച് പരമാവധി അവരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. 1915 ഈ മരണ മാർച്ചുകളിൽ അർമേനിയൻ ക്രൈസ്തവ സംഘങ്ങൾ വേനൽക്കാലത്തെ കൊടും ചൂടിൽ താണ്ടിയത് ഏതാണ്ട് 1000-ലേറെ കിലോമീറ്ററുകളാണ്. തങ്ങളുടെ കുടുംബത്തിൻ്റെ വംശാവലി അറ്റുപോകാതെ സൂക്ഷിക്കാൻ വേണ്ടി പ്രായമായ സ്ത്രീകൾ ചെറുപ്പക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഭക്ഷണം കൊടുത്ത ശേഷം പട്ടിണി കിടന്ന് മരിക്കുന്ന കാഴ്ചകൾ ഇത്തരത്തിലുള്ള പലായനങ്ങളിൽ പതിവ് കാഴ്ചകളായിരുന്നു. പല അമ്മമാരും പെൺമക്കളെ ബലാത്സംഗം ചെയ്യാൻ വന്ന പട്ടാളക്കാർക്ക് തങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക എന്നപേക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും കുഞ്ഞുങ്ങളെ ബലാത്സംഗത്തിൽ നിന്ന് ഇരയാകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളും പതിവായിരുന്നു. പക്ഷേ കലിയും കാമവും അടങ്ങാത്ത തുർക്കികളും കുർദുകളും 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 80 വയസ്സ് പ്രായമുള്ള വൃദ്ധകളെ വരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. കൂട്ടബലാത്സംഗങ്ങൾ കാരണം ചോരവാർന്ന് മൃതപ്രായരായ പെൺകുട്ടികളുടെ സ്ഥലങ്ങൾ ഛേദിക്കുകയും കൈകാലുകൾ അറുത്തുമാറ്റി ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് യുവതുർക്കി പട്ടാളക്കാരുടെ ക്രൂര വിനോദമായിരുന്നു. പ്രായപൂർത്തിയായ സ്ത്രീകളെ നഗ്നരായി കുരിശിൽ തറച്ചു നിർത്തിയിരിക്കുന്ന കാഴ്ചകൾ ഇന്നും നമുക്കൊരു പക്ഷേ അത് ചിത്രീകരണങ്ങളായി മാധ്യമങ്ങളിലൂടെ ലഭ്യമാണ്. അവർ കടന്നുപോയ എല്ലാ പ്രധാന പാതയോരങ്ങളിലെയും അക്കാലത്തെ പതിവ് കാഴ്ചകളായിരുന്നു ഇങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെട്ട സ്ത്രീകളുടെ കാഴ്ചകൾ. അവർ ദിവസങ്ങളോളം കുരിശിൽ കിടന്ന് ദാഹവും മരുഭൂമിയിലെ വെയിലിന്റെ ചൂടും ശവന്തീനി കഴുകന്മാരുടെ ആക്രമണങ്ങളും മൂലം ക്രൂരമായിട്ടാണ് മരണപ്പെട്ടത്. പെൺകുട്ടികളെ മുഴുവൻ ഈ പട്ടാളക്കാർ കൊന്നൊടുക്കി. ആൺകുട്ടികൾക്ക് നേരെ പോലും ബലാത്സംഗം ചെയ്യാനുള്ള തുർക്കി ഭരണകർത്താക്കളുടെ ഭരണകൂടത്തിലെ പട്ടാളക്കാരുടെ ശ്രമങ്ങളുണ്ടായി. അപ്പോൾ പല അമ്മമാരും അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം തുർക്കി പട്ടാളക്കാർക്ക് കീഴടങ്ങി കൊടുക്കുന്നതും പതിവായ കാഴ്ചകളായിരുന്നു. പല ആൺകുട്ടികളും ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഈ ക്രൂരതകളെല്ലാം കണ്ട് ഈ ക്രൈസ്തവ യുവജനങ്ങൾ ഭാവിയിൽ തങ്ങൾക്കെതിരെ തിരിയരുത്, ഈ ക്രൈസ്തവരായ ആൺകുട്ടികൾ തിരിയരുത് എന്നുള്ള ക്രൂരമായ ചിന്ത പോലും മനസ്സിൽ പുലർത്തിക്കൊണ്ട് ഈ തുർക്കികൾ അവരെ വികലാംഗരാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആൺകുട്ടികളുടെ മുട്ടിന്റെ ചിരട്ടകൾ അടിച്ചു തകർക്കുകയും അവരുടെ കാലിന്റെ കുതിഞ്ഞരമ്പുകൾ അറക്കുകയും ചെയ്യുന്ന ക്രൂരതകളും ഇവർ ചെയ്തിരുന്നു. ഈ ക്രൂരതകളെല്ലാം അതിജീവിച്ചവരെ ഒട്ടോമൻ തുർക്കികൾ 25 തടങ്കൽ പാളയങ്ങളുടെ ഒരു ശൃംഖലയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഭക്ഷണവും വെള്ളവും നൽകാതെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട്. വിവിധ ക്യാമ്പുകളിൽ തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെയാണ് ചുട്ടുകൊന്നത്. പുരുഷന്മാരെ മാറ്റി നിർത്തിയ ശേഷം അവരുടെ കൺമുൻപിലായിരുന്നു ഈ ക്രൂരതകളെല്ലാം നടത്തിയത്. മ്യൂസി സമതലത്തിൽ ഉടനീളമുള്ള 90 ഗ്രാമങ്ങളിലായി 80,000-ഓളം അർമേനിയക്കാരെയാണ് തുർക്കികൾ തീയിട്ട് കൊന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. കൂട്ടക്കൊലകൾ സുഗമമാക്കുന്നതിന് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞരെയും
ഡോക്ടർമാരെയും അവരുടെ മെഡിക്കൽ വൈദഗ്ധ്യവും തുർക്കികൾ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഓർഗനൈസേഷൻ്റെ കോർ ടീമിൽ ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ശാസ്ത്രജ്ഞരെയും എല്ലാം ഇവരെ ഉൾപ്പെടുത്തിയിരുന്നത്. വിഷപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ അരങ്ങേറി. അതിന് മെഡിക്കൽ സംഘം തന്നെ ഉണ്ടായിരുന്നു. അർമേനിയക്കാരെ മാരകമായ മരുന്ന് പരീക്ഷണങ്ങൾക്ക് ഈ ശാസ്ത്രജ്ഞരും മെഡിക്കൽ സംഘവും ഉപയോഗിച്ചു. അർമേനിയൻ വംശഹത്യയിലെ മെഡിക്കൽ കൊലപാതകങ്ങൾ ഹോളോകോസ്റ്റ് കാലഘട്ടത്തിലെ നാസി മനുഷ്യപരീക്ഷണത്തിന്റെ മുന്നോടിയായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നത്. 1918 ഒക്ടോബറിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ മിക്ക ഒട്ടോമൻ പ്രദേശങ്ങളും ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, റഷ്യ എന്നിവയുടെ കീഴിലായി വെട്ടിമുറിക്കപ്പെടുകയാണ് ചെയ്യുക. സാമ്രാജ്യത്തിന്റെ വിഭജനത്തോടെ അർമേനിയൻ വംശഹത്യ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കൂട്ടക്കൊല തുടങ്ങുമ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഏകദേശം 2 ദശലക്ഷം അർമേനിയക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ 1922 ഔദ്യോഗികമായി ഒട്ടോമൻ സാമ്രാജ്യം അവസാനിച്ചപ്പോൾ അവിടെ അവശേഷിച്ചിരുന്ന അർമേനിയൻ ക്രൈസ്തവരുടെ എണ്ണം ഏതാണ്ട് 3,88,000 മാത്രമാണ്. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വംശഹത്യയുടെ 100ാമത്തെ വാർഷികത്തിൽ അർമേനിയ സന്ദർശിച്ചിരുന്നു. ആ അവസരത്തിൽ മാർപ്പാപ്പ വളരെ ധീരതയോടുകൂടി ഈ വംശഹത്യയുടെ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ലോകം അങ്ങനെ ഈ വംശഹത്യയെ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ചരിത്രം എപ്പോഴും ഇത് കൂട്ടക്കൊല എന്ന് മാത്രമാണ്, അർമേനിയൻ കൂട്ടക്കൊലയെന്നാണ് ഇതിനെ രേഖപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് വംശഹത്യയാണ്, ഒരു ക്രിസ്ത്യൻ ജനോസൈഡ് എന്ന് ലോകത്തോട് വീണ്ടും 20ാം നൂറ്റാണ്ടിൽ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമോന്നത അധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. അദ്ദേഹം അർമേനിയൻ ക്രൈസ്തവരുടെ ധീര രക്തസാക്ഷിത്വത്തെ അർമേനിയയുടെ തന്നെ മണ്ണിൽ നിന്നുകൊണ്ട് അനുസ്മരിച്ചത് ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയുണർത്താനും ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ഒരു അഭിമാന നിമിഷമായി അനുസ്മരിക്കാനും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ഇടയാക്കി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിക്രൂരമായ അർമേനിയൻ വംശഹത്യയുടെ ഓർമ്മകൾ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യൻ്റെയും മിഴികൾ ഈറനണിയിക്കുന്ന ഒന്നാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്നും ക്രൈസ്തവ വിഭാഗങ്ങൾ ലോകമെമ്പാടും നിരവധി പീഡനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക. അഫ്ഗാൻ പിടിച്ചെടുത്ത താലിബാൻ ഭരണകൂടം അവിടെയുള്ള ക്രൈസ്തവരോട് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ, ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന പീഡനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ ലോകമെമ്പാടും ആഫ്രിക്കൻ നാടുകളിൽ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് പീഡനങ്ങൾ അഭിമുഖീകരിക്കുന്ന ക്രൈസ്തവ സമുദായാംഗങ്ങളെ, ക്രൈസ്തവ ജനതയെ, ക്രൈസ്തവ സമൂഹങ്ങളെ, കൂട്ടായ്മകളെ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ 8 നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഇപ്രകാരം നമ്മൾ കടന്നു പോകുമ്പോൾ അർമേനിയൻ വംശഹത്യയെ പ്രത്യേകമായി അനുസ്മരിച്ചത് സമാനമോ ഇതിലും ഭീകരമായതോ ആയ ക്രൂരതകളിലൂടെ മധ്യപൂർവ്വ നാടുകളിലെ ക്രൈസ്തവ സമൂഹങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കടന്നുപോയിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കാൻ സഹായകമാകട്ടെ. 7ാം നൂറ്റാണ്ടിൽ ഹീറ പട്ടണത്തിലെ സ്ത്രീകൾ ഇസ്ലാമിക ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 8 നോമ്പെന്ന ആത്മീയ അനുഷ്ഠാനം ആരംഭിച്ചത് ഇന്നും നമ്മൾ 8 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുഴുവൻ ഇതുപോലെ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഭീകരതയ്ക്ക്, ക്രൂരതയ്ക്ക് ഇരയായ അർമേനിയൻ ക്രൈസ്തവരെ പോലെയുള്ള സകലരെയും അനുസ്മരിക്കാൻ നമുക്കൊരു അവസരമായി തീരുകയാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ ക്രൈസ്തവ സഭകളെ നമുക്ക് അനുസ്മരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവ് അവർക്കെല്ലാം വലിയ ശക്തമായ സംരക്ഷണമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഇസ്ലാമിക തീവ്രവാദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുത്തിവെക്കുന്ന വലിയ ക്രൂരതകൾക്ക് പരിഹാരമുണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അവിടുന്ന് ഉത്തരം നൽകട്ടെ. ഈ 8 നോമ്പ് ആത്മീയമായ ഉണർവിനും സാമുദായിക ബോധത്തിനും അങ്ങനെ കൂടുതൽ ഉത്കൃഷ്ടമായ, കൂടുതൽ സജീവമായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിനും നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.